എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മുടെ ഒരു വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയ വർഷത്തിൽ നമ്മുടെ പ്രണയബന്ധങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എടുക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മുടെ ലവ് ലൈഫ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റ് ഓഫ് കാർഡിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നമുക്ക് നോക്കാം. ആദ്യത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇത് റെസനേറ്റ് ആകും. പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ഒരു ലവ് ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ലോയലും ഡെഡിക്കേറ്റഡുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരുപാട് ആലോചിച്ചും വളരെയധികം ശ്രദ്ധ കൊടുത്തും ചെയ്തിരുന്ന കാര്യങ്ങളായിരുന്നു. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുമായിരുന്നു. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലർക്കെങ്കിലും ഒന്നിലധികം റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും നിങ്ങൾക്ക് സക്സസ് കിട്ടിയിട്ടില്ല. നിങ്ങളെപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാച്ചിന് വേണ്ടി കാത്തിരുന്നു, ഒരുപാട് നാൾ കാത്തിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു കമ്പാനിയനെ നിങ്ങൾക്ക് കിട്ടിയില്ല. നിങ്ങൾ എപ്പോഴും നല്ലൊരു കമ്പാനിയനായിരുന്നു, വളരെ ലോയലായിരുന്നു, ഡെഡിക്കേറ്റഡ് ആയിരുന്നു നിങ്ങളുടെ വ്യക്തിയിൽ. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സംഭവം തിരിച്ച് കിട്ടിയില്ല എന്നാണ് മനസ്സിലാകുന്നത് പാസ്റ്റിൽ. പ്രസൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എപ്പോഴും ചെറിയ തോതിലുള്ള ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമാണ് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ കൊടുത്ത എല്ലാ സ്നേഹവും കൂടെ ഒരുമിച്ച് കിട്ടുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. പക്ഷേ അത് ഒരു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. കാരണം ഇതിന് മുന്നത്തെ റിലേഷൻഷിപ്പൊക്കെ പല പ്രാവശ്യം പല കാരണങ്ങളായിട്ട് പോയിട്ടുള്ളതുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു പഴയ സ്നേഹം തിരിച്ച് കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ അത്ര തൃപ്തനല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ 2025 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഈ ഒരു പ്രശ്നം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസക്കുറവ് നിങ്ങളുടെ ലൈഫിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കരുതലും ഒരു സ്നേഹവും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഇത്രയും നാൾ കിട്ടിയ ആ ഒരു വഞ്ചനകൾ അല്ലെങ്കിൽ ചതികളിലൊക്കെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഒന്ന് ഉലഞ്ഞിട്ടുണ്ട്. നിങ്ങളത് നിങ്ങളുടെ വ്യക്തിയോട് തുറന്ന് പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ എന്ന്. അവർ 100% ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ കാണുന്നത് ഇങ്ങനെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്, കുറച്ച് പേർക്കെങ്കിലും. മറ്റുള്ളവർ നിങ്ങളുടെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പായിട്ട് മാരേജിലേക്ക് പോകുമെങ്കിലും അവിടെയും ഒരുപാട് ഇഷ്യൂസ് വരും. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലത്ത് എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാവും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം ഒരു സാമ്രാജ്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങളുടെ പാർട്ട്ണറോട് തുറന്ന് സംസാരിക്കണം. സോ ദാറ്റ് ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ള കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ജനറൽ റീഡിങ്സ് ആണ്. റെസനേറ്റ് ചെയ്യുന്നവർ അത് പോസിറ്റീവായിട്ട് എടുക്കാം. ബാക്കിയുള്ളവരുടെ മെസ്സേജ് അടുത്തന്നെ വരുന്നതായിരിക്കും. അതല്ല നിങ്ങൾക്ക് വേറെ മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നമുക്ക് മെസ്സേജും റീഡിങ്ങും നമ്മൾ ഇടുന്നതായിരിക്കും. കോമൺ ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ ജനറൽ ടോപ്പിക്കായിട്ട് തന്നെ റീഡിങ് ഇടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റീഡിങ് ഇടുന്നതായിരിക്കും. ഇന്ന വ്യക്തിയുടെ മെസ്സേജിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയത് കൊണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടത്.
കാരണം നിങ്ങളുടെ ഹീലിംഗ് കാരണം നിങ്ങളുടെ വ്യക്തിക്കും ഇപ്പോൾ ഒരുപാട് ഒരു ട്രോമയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്കും ഇപ്പോൾ ഹീലിംഗ് വേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. നിങ്ങളുടെ അവഗണനകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മാറ്റമായിരിക്കാം. പക്ഷെ അത് അവരിൽ ഒരുപാട് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. അവർക്കിപ്പോൾ സമാധാനം വേണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടണം എന്നുള്ള ആഗ്രഹം, അതിയായിട്ടുള്ള ഒരു ആഗ്രഹത്തിലേക്ക് അവർ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഹീലിംഗ് മാത്രമല്ല ഇപ്പോഴത്തെ ഇഷ്യൂ, നിങ്ങളുടെ വ്യക്തിയും അതേപോലത്തെ ഒരു ട്രോമയിലൂടെയാണ് പോകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സ്വഭാവവും അവഗണനകളും എല്ലാം തന്നെ അവരെ ഒരുപാട് ഉലച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായില്ല എന്ന് വരും. എന്താണ് സോൾ മെസ്സേജ് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ സോൾ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ അത്യാവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ ഒരു ഹാർമണി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകൂ. അതല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ബാലൻസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ പേടികളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം നമ്മുടെ വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് പങ്കിട്ടാൽ മാത്രം മതി. അവർ തീർച്ചയായിട്ടും നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും. അതുപോലെ അവരെയും സപ്പോർട്ട് ചെയ്യുക. അവരുടെ ലോ പോയിന്റിൽ നമ്മൾ അവരെയും സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മിസ്സിംഗ് ആണ് എന്നാണ് സോൾ മെസ്സേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ 2025 മെസ്സേജ്. ഇനി അടുത്ത മെസ്സേജുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.